തിരിച്ചറിയും. സഹാബിമാര് ചോദിച്ചല്ലോ, ഓ നബിയേ, കോടാനുകോടി മനുഷ്യന്മാര് തിങ്ങി നിൽക്കുമ്പോ അങ്ങയുടെ ഉമ്മത്തിനെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. ഒരാൾക്ക് കൈയും കാലുകളുമൊക്കെ നല്ല വെളുത്ത കളറുള്ള, ആ നിലക്കുള്ള പ്രത്യേകമായ കളറുള്ള ഒരൊട്ട കുതിരയുണ്ട് എന്ന് വിചാരിക്കൂ. ആ കുതിര കറുപ്പും അതുപോലെ തന്നെ മറ്റു കളറുകളിലുമൊക്കെയുള്ള കുതിരകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോ ഈ കുതിരയുടെ ഉടമക്കതിനെ പെട്ടെന്ന് തിരിച്ചറിയാനാവില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അള്ളാന്റെ റസൂലേ, അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് തിരിച്ചറിയുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ ഫഇന്നഹും യഅ്തൂന ഖുർറൻ മുഹജ്ജലീന മിനൽ വുദൂഇ വഅന ഫറതുഹും അലൽ ഹൗദി. നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് പോയി നിൽപ്പുണ്ടാകും. എന്റെ ഉമ്മത്തിനെ ഞാൻ മനസ്സിലാക്കുന്നത് വുദൂ അവർ ശരിക്കും നിർവഹിച്ചത് കാരണത്താൽ കൈകാലുകൾ വുദൂ എടുത്ത ഭാഗങ്ങളെ നല്ല ശോഭയാർന്ന നിലക്ക് നല്ല ഭംഗിയോടുകൂടി എന്റെ ഉമ്മത്തിനെ എനിക്ക് കാണാൻ കഴിയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് വുദൂ എടുക്കുന്നവരോട് പറഞ്ഞു, മഹ്ശറിൽ നിങ്ങൾക്കുള്ള അലങ്കാരമാണത്, മഹ്ശറിൽ നിങ്ങൾക്കുള്ള ആഭരണമാണത്, മഹ്ശറിൽ നിങ്ങൾക്കുള്ള സീനത്താണത്. അതുകൊണ്ട് വുദൂ ചെയ്യുമ്പോ അവയവങ്ങൾ കൃത്യമായും ശ്രദ്ധിച്ചും കഴുകണേ, അല്പം പോലും കമ്മി വന്നു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ വുദൂഇൽ തന്നെയും നമുക്ക് ഭക്തി ആരംഭിക്കണം. എങ്ങനെയോ ബാങ്ക് കേട്ടപ്പോ പെട്ടെന്ന് വുദൂ എടുത്തത് തന്നെ അറിഞ്ഞില്ല, എന്തോ ചെയ്തു എന്ന രൂപത്തിലായാൽ പോരാ. ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന പരമാർത്ഥങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വുദൂ ചെയ്യുമ്പോ ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ഒരു ചിന്ത നമ്മുടെ വുദൂഇന്റെ എല്ലാ ഘട്ടത്തിലും കൊണ്ടുവരാൻ നമ്മളൊന്നും മനസ്സ് വെച്ചേ പറ്റൂ. ഓരോ അവയവം കഴുകുമ്പോഴും ഞാൻ ഓർക്കണം, അല്ലാഹുവേ, ഇതാ ഇതിലൂടെ എന്നിൽ നിന്ന് സംഭവിച്ച ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ, കൈകളിലൂടെ സംഭവിച്ചത്, കണ്ണുകളിലൂടെ സംഭവിച്ചത്, അതുപോലെ തന്നെ എൻ്റെ കാലുകളിലൂടെ സംഭവിച്ചത്, എന്നിൽ നിന്ന് സംഭവിച്ചത്, ഇതിലൂടെ ഒഴുകിയിറങ്ങിപ്പോകുന്ന വലിയ കാരുണ്യമാണല്ലോ റബ്ബേ നീ എന്നോട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒഴുകിയിറങ്ങിപ്പോകുന്ന ആ രൂപത്തിൽ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും ഉൾപ്പെടണമല്ലോ എന്ന ചിന്തയോടെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കഴുകേണ്ട സ്ഥലങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴുകിക്കൊണ്ട് ആ ഉത്തമമായ ഇബാദത്ത് നിർവഹിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല അവിടുന്ന് ചോദിച്ചിട്ടുണ്ട്, അലാ അദുല്ലക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ജനങ്ങളെ, അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ, പാപക്കറകളൊക്കെ മായ്ച്ചു കളയുന്ന, പാപക്കറകളെയൊക്കെ ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. മാത്രമല്ല വയർഫഉ ദറജാത്ത്, അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള നമ്മുടെ ദറജ ഇങ്ങനെ ഉയരുകയും ചെയ്യുന്നു. അങ്ങനത്തെ അതിന് പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ അറിയിച്ചു തരട്ടെയോ? സഹാബത്തൊന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലേ അറിയിച്ചു തരൂ. ഒന്നാമത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇസ്ബാഉൽ വുദൂഇ അലൽ മക്കാരിഹി, വെറുപ്പുള്ള സമയത്ത്, പ്രയാസം തോന്നുന്ന സമയത്ത് വുദൂ വളരെ കൃത്യമായി തന്നെ നിർവഹിക്കലാണ്. നല്ല തണുപ്പുണ്ടാകും, അപ്പൊ അത്ര വെള്ളമാണ് ഉപയോഗിക്കാൻ പ്രയാസം. അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇനിയിപ്പോ ഒരു വുദൂ എടുക്കുക, അപ്പൊ ഉറക്ക് പോവില്ലേ എന്നൊക്കെയുള്ള ചിന്ത. വുദൂ എടുക്കാൻ മനുഷ്യന് താല്പര്യം കുറയുന്ന നേരമുണ്ടല്ലോ, ആ നേരത്തും നന്നായി വുദൂ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ പാപക്കറകളെ അത് മായ്ച്ചു കളയുന്നു, അള്ളാന്റെ അടുക്കൽ നമ്മുടെ ദറജ അങ്ങ് ഉയരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല ഇനി വുദൂ ചെയ്ത് കഴിഞ്ഞാലും പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. വുദൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും വുദൂ സമ്പൂർണമായി എടുത്തു, എന്നിട്ട് വുദൂ കഴിഞ്ഞതിന്റെ ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, ഉദ്ദേശിക്കുന്ന ഏത് വാതിലിലൂടെയും കടക്കുമാർ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടാതിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചെറിയ ചെറിയ മനസ്സ് വെച്ചാൽ
നമുക്ക് വലിയ വലിയ പുണ്യങ്ങൾ ഓഫർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊരു ചടങ്ങ് എന്നുള്ളവർക്ക് വാങ്ങി കേൾക്കും, അതുപോലെ തന്നെ ഉളുടുക്കും, ഇറങ്ങും, പള്ളിയിൽ പോകും, നിസ്കരിക്കും. അത് പോരാനാ ഞാൻ പറയുന്നത്. എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു മുതൽക്കൂട്ടാണ്, നമുക്കത് ഭക്തി വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ്. അപ്പൊ വുദൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദുആ ഒരിക്കലും മറന്നു പോകരുത്. ഇതതിന്റെ ചെറിയ രൂപമാണ്. കുറച്ചുകൂടി വിശദമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ശേഷം പറയാൻ, അല്ലാഹുമ്മ ജഅൽനീ മിനത് തവാബീന വജഅൽനീ മിനൽ മുതതഖിരീൻ. അല്ലാഹുവേ, പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ, ശുദ്ധീകരണം വന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണേ അല്ലാ എന്ന് കൂടി പറയാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ വുളൂഇന്റെ ശേഷമുള്ള പ്രാർത്ഥനയും ഭക്തി പുരസ്സരം നിർവഹിക്കണം എന്നർത്ഥം. എന്ന് നിങ്ങൾ നോക്കൂ, ആ നമസ്കാരത്തിലേക്ക് വേണ്ടി നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുമ്പായി ഔറത്ത് ശരിക്കും മറയുന്ന നിലക്കുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഭക്തിക്ക് നമസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പേ, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഭക്തിക്ക് ഭംഗം വരുന്ന നിലക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാ. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇറുകിയ ചെറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാരിൽ പലരും നമസ്കരിക്കാറുണ്ട്. എത്രയോ ആളുകൾ നമ്മളുടെ പള്ളിയിൽ അവർ നമസ്കരിക്കുന്നു, അവർ റുക്കൂയിലേക്ക് പോയാൽ, അവർ സുജൂദിലേക്ക് പോയാൽ അവരുടെ ചെറിയ വസ്ത്രമതാ മുകളിലേക്ക് കയറിയിട്ട് പലപ്പോഴും ഔറത്ത് വെളിവാവുകയാണ്. ഔറത്ത് വെളിവാകാത്ത ഒരു വസ്ത്രം എടുക്കുന്നൊരവസ്ഥ പോയിരിക്കുന്നു വളർന്നു വരുന്ന ആളുകളിൽ. ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ, അവർ കാല് മറഞ്ഞോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല, അവരുടെ തലമുടി പുറത്താണോ എന്നത് ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും തലമുടി പുറത്തു വന്നാൽ, അതുപോലെ തന്നെ സുജൂദിലേക്കൊക്കെ പോകുമ്പോൾ കാല് വെളിവാകുന്നു. അതുപോലെ തന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ പലപ്പോഴും ലൂസുള്ള നിസ്കാര കുപ്പായവും പർദ്ദയുടെ കൈകളുമൊക്കെ ആണെങ്കിൽ സമിഅല്ലാ പറയുമ്പോൾ ഇതിങ്ങ് താഴോട്ട് വരുന്നു. വാസ്തവത്തിൽ മുൻകൈയും മുഖവും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും കൃത്യമായി മറക്കണ്ടേ ഒരു പെണ്ണിന്റെ നിസ്കാരം ശരിയാകണമെങ്കിൽ. പക്ഷേ പലപ്പോഴും കൈ ഉയർത്തുമ്പോ ഇതങ്ങ് വെളിവായി കൈ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്, ശ്രദ്ധിക്കുന്നില്ല. നമസ്കാരം ബാത്തിലായി പോകില്ലേ? അപ്പൊ നമസ്കാരത്തിനൊരുങ്ങുന്നതിന്റെ മുമ്പേ ആ നമസ്കാരത്തിന്റെ സാധൂകരണത്തെ ബാധിക്കുന്ന ആ രൂപത്തിലുള്ള വേഷമാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ബാധ്യതയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ബിരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളില്ലേ, അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളതാ പലപ്പോഴും നിസ്കാരത്തിന്റെ സമയത്ത് ചിലപ്പോൾ മടക്കി വെക്കുന്നു. എന്തേ, പടച്ചവനെ പറ്റിക്കാനല്ലേ? നിസ്കാരത്തിന്റെ അകത്തൊരു വേഷവും പുറത്തൊരു വേഷവുമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നമസ്കാരം ഖുശൂഉള്ളതായി തീരണമെങ്കിൽ നമസ്കാരത്തിന്റെ അകത്ത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നിസ്കാരത്തിന് ഒരുങ്ങുന്ന ഒരുക്കപ്പാടുകളിലും, നമസ്കാരത്തിന് പോയി നിൽക്കുന്ന സദസ്സിലും സന്ദർഭത്തിലും സമയത്തിലും സ്ഥലത്തും വരെ അതിനു വേണ്ട ഒരുക്കങ്ങൾ മുസ്ലിം ചെയ്യേണ്ടതുണ്ട്. ഇത് ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ്. നിങ്ങൾ നോക്കൂ, നമസ്കരിക്കുന്നവനോട് അവന്റെ സ്ഥലത്തെപ്പറ്റി ശ്രദ്ധിക്കാൻ, ഭക്തി നിലനിൽക്കാൻ സ്ഥലം വരെ ശ്രദ്ധിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അശ്രദ്ധയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളില്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അലങ്കാരങ്ങളും കൊത്തുപണികളും അതുപോലെ തന്നെ കളർഫുള്ളായ നിലക്കുള്ള പൂക്കളും അങ്ങനെയുള്ള കൊത്തുവേലകളും ചിത്രങ്ങളുമൊക്കെയുള്ള മുസല്ലകളിട്ടുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാറില്ലേ? ചില പള്ളികളിൽ അങ്ങനെ കാർപ്പറ്റുകൾ വിരിച്ചിട്ടില്ലേ? ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭക്തി അവനവന്റെ മനസ്സിലാണ്. ഒന്നതിലേക്കാണ് നോക്കുമ്പോഴേക്കങ്ങ് ഭക്തി പോവുകയാണോ? അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭക്തനാരാണ്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അവിടുത്തെ മനസ്സിനെ പോലും ഇളക്കിയിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കൽ കാന ഖിറാമുൽ ആയിഷത സതറത് ബിഹി ജാനിബ ബൈതിഹാ, വീടിന്റെ ഒരു ഭാഗത്ത് ഒരു കർട്ടൻ ഉണ്ടായിരുന്നു ആയിഷ ബീവിക്ക്. വീടിന്റെ ഒരു ഭാഗം മറച്ചിരുന്ന ഒരു കർട്ടൻ. ആ കർട്ടനിൽ കൊത്തുപണികളും ചില ചിത്രങ്ങളും ഒക്കെ ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, അമീതി അന്നാ ഖിറാമകി ഹാദാ,
ആയിഷ, ഈ വിരി നീ എടുത്തു മാറ്റൂ, ഈ വിരി നീ ഇവിടെ നിന്ന് എടുത്തു നീക്കൂ. കാരണം ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅരിദു ലീ ഫീ സലാത്തി, അതിലെ ചിത്രപ്പണികൾ എന്റെ നിസ്കാരത്തിൽ എന്റെ ശ്രദ്ധ തിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ഫഇന്നഹ അൽഹത്തിനി, അതെന്റെ നിസ്കാരത്തിൽ എന്റെ ശ്രദ്ധ തെറ്റിക്കുന്നു എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നിസ്കരിക്കുന്നവൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം അവന്റെ ശ്രദ്ധ അങ്ങുമിങ്ങുമായി പോകുന്ന നിലക്കുള്ള ചിത്രപ്പണികളോ കൊത്തുപണികളോ അങ്ങനെയൊക്കെയുള്ളതാണോ എന്നത് പരമാവധി സൂക്ഷിക്കേണ്ടതുണ്ട്. നിവൃത്തിയില്ലെങ്കിൽ പിന്നെ നിർവാഹമില്ലല്ലോ. പക്ഷേ അവനവൻ വരുത്തി വെക്കരുത് എന്നർത്ഥം. നിങ്ങൾ നോക്കൂ, കഠിനമായ ചൂടുള്ള അവസരത്തിൽ വിയർത്തൊഴുകുമ്പോ വീട്ടിന്റെ റൂമുകളിൽ AC ഉണ്ട്. പക്ഷേ നിസ്കരിക്കുന്നിടത്ത് പലപ്പോഴും നമ്മൾ AC വേണ്ട, ഒരു 5 മിനിറ്റല്ലേ സഹിക്കാമെന്ന് വിചാരിക്കും. എന്നിട്ടോ നിസ്കാരത്തിൽ നിന്നിങ്ങനെ വിയർത്തൊഴുകുമ്പോ നമ്മൾ വിചാരിക്കുകയാണെന്ത്, പെട്ടെന്ന് ഈ നിസ്കാരം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. കാരണം വിയർക്കുകയാണ്, ചൂടെടുക്കുകയാണ്. അതുപോലും ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുത്തെ ഹദീസിൽ കാണാം, അബിരിദു ബിൽളുഹരി, കഠിനമായ ചൂടുള്ള നേരമല്ലേ ളുഹറിന്റെ നേരം, ആ സമയത്ത് വല്ലാത്ത ചൂടുള്ള നേരമാണെങ്കിൽ നിങ്ങൾ ആ നമസ്കാരത്തെ ഒന്ന് തണുപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അല്പം വല്ലാതെ വെയിലത്ത് നിൽക്കേണ്ടി വരുന്ന ആ കാലഘട്ടത്തിലെ സ്ഥിതിയാണിത്. അന്ന് AC ഇല്ലല്ലോ, അന്ന് സൗകര്യങ്ങളില്ലല്ലോ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ ഒരല്പം നിങ്ങളൊന്ന് പിന്തിച്ചോളൂ, കഠിനമായ ചൂടുള്ള നേരത്തിൽ നിങ്ങൾ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞതെന്തിനാ? നിങ്ങൾ നോക്കൂ, ആ ഹദീസ് വിവരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിവരിച്ചു തരികയാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? കാരണം അന്ന സ്വലാത്ത ഫീ ശിദ്ദത്തിൽ ഹരി, കഠിനമായ ചൂടുള്ള നേരത്ത് നിസ്കരിക്കുമ്പോ തംനഉ സാഹിബഹാ, നിസ്കരിക്കുന്നവനെ അത് തടയും, മിനൽ ഖുശൂഇ വൽ ഹുദൂർ, അവന്റെ മനസ്സിലെ ഭക്തിയെ തടയും, മനസ്സാന്നിധ്യത്തെ തടയും. വയസ്അലുൽ ഇബാദത, പിന്നെ അവൻ ഇബാദത്ത് നിർവഹിക്കുക ബിതകർറുഹിൻ വതവജ്ജുരിൻ, മടിയോടുകൂടെയാണ്, പെട്ടെന്നൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതി എന്ന ചിന്തയോടുകൂടെയാണ്. ഫമിൻ ഹിക്മത്തി ശാരിഇ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലദാ അന്നമറഹും ബിതഖീരിഹാ, ചൂടൊന്നൽപ്പമൊന്ന് ആശ്വാസമാകുന്നത് വരെ അക്കാലത്ത് നിങ്ങൾ ളുഹറൊന്ന് പിന്തിച്ചോളൂ എന്ന് സഹാബത്തിനോട് പറയാൻ എന്താ കാരണം? ഫയുസല്ലിൽ അബ്ദു, അപ്പോൾ അടിമക്ക് നിസ്കരിക്കാൻ സാധിക്കും, ബിഖൽബിൻ ഹാളിരിൻ, മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കാൻ സാധിക്കും, വയഹ്സുലു ലഹു, അത് മുഖേന അവന് കരസ്ഥമാകുന്നതാണ് മഖ്സൂദു സ്വലാത്തി, നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശിച്ച ഫലം അവന് കിട്ടും, മിനൽ ഖുശൂഇ വൽ ഇഖ്ബാലി അലല്ലാഹ്, അല്ലാഹുവോടാണ് സംസാരിക്കുന്നത് എന്ന ബോധത്തോടെ ഖുശൂഓടുകൂടി അടങ്ങി താമസിച്ച് കൃത്യമായി സൂക്ഷ്മത പുലർത്തിയിട്ട് സാവകാശം ഒന്ന് മനസ്സിൽ തട്ടി നിസ്കരിക്കാൻ അവന്